പോലീസിന് നാണക്കേടായി തിരുവനന്തപുരം വിളപ്പിൽശാല പോലീസ്. വീട് കുത്തി തുറന്ന് 42 പവൻ സ്വർണം കവർന്ന കേസിൽ 1 വർഷമായിട്ടും പ്രതിയെ പിടികൂടാനായിട്ടില്ല. മോഷ്ടാവിനെ കിട്ടാത്തതിനാൽ കേസ് അവസാനിപ്പിച്ചെന്നാണ് പരാതിക്കാർക്ക് ലഭിച്ച മറുപടി. കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് വിളപ്പിൽശാല സ്വദേശി ജേക്കബിന്റെ വീട് കുത്തി തുറന്ന് സ്വർണം മോഷ്ടിച്ചത്. ജേക്കബും മകൾ ജിസ്മിയും വീട് പൂട്ടി കുടുംബവീട്ടിൽ പോയതാണ്. ബന്ധുവിന്റെ കല്യാണത്തിന് പോകാനായി സൂക്ഷിച്ചിരുന്ന 42 പവൻ സ്വർണം വിളപ്പിൽശാല കാവുംപുറത്തെ വീട്ടിലുണ്ടായിരുന്നു. തിരികെ എത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. പൂട്ടിപ്പോയ വാതിൽ തുറന്നു കിടക്കുന്നു. അടുത്തെത്തിയപ്പോഴാണ് കണ്ടത് വാതിൽ കുത്തി തുറന്നതാണ്. സ്വർണം വെച്ചിരുന്ന അലമാരക്കരികിലേക്ക് ഓടിയ ജിസ്മിയും ജേക്കബും തകർന്നു. ചോര നീരാക്കി സമ്പാദിച്ചവയെല്ലാം കള്ളൻ കൊണ്ടുപോയി. വിളപ്പിൽശാല പോലീസിൽ പരാതി നൽകി. തെരഞ്ഞെടുപ്പ് സമയത്ത് കൊല്ലം ജില്ലയിൽ നിന്ന് വന്ന സർക്കിൾ ഇൻസ്പെക്ടർ കൃത്യമായി അന്വേഷണം നടത്തി വിവരങ്ങൾ പരാതിക്കാർക്ക് കൈമാറുമായിരുന്നു. അന്വേഷണം പ്രതിക്കരികിൽ എത്തിയപ്പോൾ സിഐക്ക് സ്ഥലം മാറ്റമായി. പിന്നീട് വന്ന ഉദ്യോഗസ്ഥർ നേരത്തെയുണ്ടായ അന്വേഷണത്തിന്റെയോ കണ്ടെത്തലിന്റെയോ പിറകെ പോയില്ലെന്നാണ് ആരോപണം. സാർ പറഞ്ഞു, ഇനി അടുത്ത വരുന്ന ആരാണോ അവരിത് ഹാൻഡ് ഓവർ ചെയ്ത് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്തോളും, നിങ്ങൾ പേടിക്കണ്ട, ഈ റിപ്പോർട്ടെല്ലാം അവർക്ക് കൈമാറിയിട്ടുണ്ട്, അവരതിൻ്റെ തുടർ നടപടികൾ എടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ആ ഒരു സ്പീഡ് ഞങ്ങൾ കണ്ടില്ല. സാർ ചെയ്ത ആത്മാർത്ഥത പിന്നെ വന്ന ആരിലും ഞങ്ങൾ കണ്ടതുമില്ല. 2 തവണ റൂറൽ എസ്.പിക്ക് പരാതി നൽകി. അവസാനം നൽകിയ പരാതിക്കുള്ള മറുപടിയാണ് വീണ്ടും ഞെട്ടിപ്പിച്ചത്. കള്ളനെ കിട്ടാത്തതിനാൽ കേസ് അവസാനിപ്പിച്ചത്രേ. ഇനി ഞങ്ങൾ എന്തായിരുന്നാലും ഇതിന്റെ പിന്നാലെ പോകും, അല്ലാതെ ഇവിടെ വെച്ച് നിർത്തുന്നില്ല. കാരണം ഇത് നമുക്കങ്ങനെ കളയാൻ പറ്റില്ല, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവർ കണ്ടുപിടിച്ച് തരണം. നമ്മുടെ പോലീസ്, കേരള പോലീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കഴിവുള്ളവരെന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഇത് എൻ്റെ അനുഭവത്തിൽ വന്നപ്പോഴത്തേക്കും അവരത് കറക്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. രാജ്യാന്തര കുറ്റവാളികളെ പോലും കണ്ടെത്തി പിടികൂടുന്ന കേരള പോലീസ് ഒരു സ്വർണ്ണക്കള്ളന് മുൻപിൽ അടിയറവ് പറഞ്ഞതാണ് നാണക്കേട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.